ലഹരി മാഫിയയുടെ ഒളിസങ്കേതങ്ങൾ തേടി തേഡൈസ്. പോലീസിന്റെയും എക്സൈസിന്റെയും വ്യാപക തിരച്ചിൽ തുടരുന്നു. മയക്കുമരുന്ന് മാഫിയ ഇന്നിപ്പോ കൊച്ചിയിൽ മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടും മയക്കുമരുന്ന് മാഫിയ അവരുടെ പൂർണ്ണ വളർച്ചയിലെത്താൻ കാത്തു നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അവരുടെ വളർച്ച ഏതാണ്ട് സംസ്ഥാനത്തെമ്പാടും പന്തലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിവിധ മതമേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക സംഘങ്ങളും സംഘടനകളും എല്ലാം ചേർന്ന് വിപുലമായ ഒരു പദ്ധതിക്ക് രൂപം നൽകിയതായി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഒരു സീസണൽ വർക്ക് എന്ന തരത്തിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ പോയാൽ മാത്രം ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇരുട്ടുമൂടിയ പ്രദേശങ്ങളാണ് മയക്കുമരുന്ന് മാഫിയയുടെ വിഹാര കേന്ദ്രങ്ങൾ. കൊച്ചി സിറ്റിയിൽ പല ഭാഗങ്ങളിലും അർദ്ധരാത്രിയാണ് വിൽപ്പന നടത്തുന്നത്. നമ്മളിപ്പോ പല ഇരുട്ടുമൂടിയ സ്ഥലങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്. അതിന് കാരിയറായിട്ട് യുവതികളെയാണ് പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നിയമനിർമ്മാണത്തില് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുന്ന വേളയിൽ ഒരു സ്ത്രീ, രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പരിശോധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. കാരണം രാത്രികാലങ്ങളിൽ അർദ്ധരാത്രികളിലാണ് പ്രധാനപ്പെട്ടിട്ട് ഇവര് പോലീസിന്റെയും സ്ക്വാഡന്മാരുടെയും കണ്ണിപ്പെടുന്നത്. പക്ഷെ അതിനൊരു നിയമനിർമ്മാണം നടത്തണം. അതായത് ഒരു വനിതാ സ്ക്വാഡ്, ലഹരി വിരുദ്ധ വനിതാ സ്ക്വാഡ്, 24 hours വർക്ക് ചെയ്യുന്ന ഒരു വനിതാ സ്ക്വാഡ് കൂടെ ഉണ്ടാകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ മർദ്ദിക്കുന്ന യുവതികളുടെ അഴിഞ്ഞാട്ടം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട്. അപ്പോ പ്രധാനപ്പെട്ട സ്ത്രീകൾ, അന്യസംസ്ഥാന സ്ത്രീകളടക്കം നമ്മുടെ ഈ നാട്ടില് മയക്കുമരുന്ന് വിൽപ്പന ചരക്കാക്കി കാരിയർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമില്ല. കൂടെ ഒരു വനിതാ പോലീസോ അല്ലെങ്കിൽ വനിതാ കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥ കൂടെ ഉണ്ടാവുന്നില്ല എന്ന കാരണത്താൽ പല മയക്കുമരുന്ന് മാഫിയകളും രക്ഷപ്പെടുന്നുണ്ട്. അതിനെല്ലാം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള അവസരം. പ്രത്യേക സ്ക്വാഡ്, വനിതാ സ്ക്വാഡ്, മയക്കുമരുന്നിനെതിരെ വനിതാ സ്ക്വാഡ് ഉണ്ടാക്കണം. ഏത് രാത്രികളിലും പരിശോധിക്കാനുള്ള അനുമതിയോടുകൂടി വനിതകളെ പരിശോധിക്കാൻ അല്ലെങ്കിൽ യുവതികളെ പരിശോധിക്കാനുള്ള വനിതാ സ്ക്വാഡുകൾ, മയക്കുമരുന്നിനെതിരെ വനിതകളെ പരിശോധിക്കാനുള്ള വനിതാ സ്ക്വാഡ് സംസ്ഥാന സർക്കാർ നിലവിൽ കൊണ്ടുവരണം. അർദ്ധരാത്രിയിലാണ് ഈ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ തമ്പടിക്കുന്നത്. രാസലഹരിയിലും മറ്റും ആനന്ദം കണ്ടെത്തുന്ന ഒരു നിലയുണ്ട്. അതിനെ നാം ചെറുക്കേണ്ടത് കുടുംബത്തിനകത്ത് നിന്ന് തന്നെയാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ ഏതെങ്കിലും കേസുകളിൽ പെടുമ്പോൾ പോലീസ് അവരെ പിടികൂടുമ്പോഴാണ് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ വരുന്നത് എന്റെ മകൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നുള്ളത്. എന്നാൽ മാതൃവാത്സല്യവും പിതൃവാത്സല്യവും ചേർത്ത് തന്റെ മകൻ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല എന്നും തന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരാളില്ല എന്നും മുൻകാലത്ത് ഈ കുടുംബത്തിൽ നിന്ന് ആരും അങ്ങനെ പോയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ മാതൃവാത്സല്യം, പിതൃവാത്സല്യം എല്ലാം അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ മകൻ അത്തരത്തിലൊരു കൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് കണ്ടാൽ അവനെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നല്ല പൗരബോധമുള്ള ഒരു ചെറുപ്പക്കാരനായി നമ്മുടെ നാടിനെ ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത് അത് കുടുംബത്തിനകത്തു നിന്ന് തന്നെയാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ സംരക്ഷിക്കരുത് ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കണ്ടെത്തിയാൽ അത് അധ്യാപകർ അതിന് വേണ്ട എന്താണോ അതിന് കൊടുക്കേണ്ട മറുമരുന്ന് എന്നുള്ളത് കണ്ടെത്തി അത് കൃത്യമായ സമയം തന്നെ കൊടുക്കാൻ അവർ തയ്യാറായാൽ ആ വിദ്യാലയത്തിന് ചീത്തപ്പേര് വരും എന്ന പേരിൽ അത് മൂടിവെക്കാതെ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഏതെങ്കിലും റീഹാബിലേക്ക് കൊണ്ടുപോയി അവരെ ഇതിൽ നിന്ന് അകറ്റി നല്ല പൗരബോധമുള്ള ചെറുപ്പക്കാരാക്കി മാറ്റാൻ അധ്യാപകർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇതിലെടുത്തുകൊണ്ട് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയകൾ യുവതികളെ കാരിയർമാരായിട്ട് അവരെ വിൽപ്പന ചരക്കാക്കി അവർക്ക് ഉപയോഗിക്കാൻ നൽകിക്കൊണ്ടിട്ട് വിപണനമാണ് ഇന്നിപ്പോ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ലഹരി മാഫിയയുടെ കോട്ടത്തളങ്ങൾ തകർക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങേണ്ട സമയം അധികരിച്ചിരിക്കുന്നു.